PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധവുമായി കൂടുതൽ തീവ്ര വർഗീയ സംഘടനകൾ രംഗത്ത്. വീട് കയറി നുണപ്രചരണങ്ങൾ നടത്താനും വാഹനങ്ങളിൽ പ്രചരണ ജാഥ നടത്താനുമാണ് പുതിയ നീക്കം. പദ്ധതി നടപ്പാക്കരുതെന്ന ഭീഷണിയുമായി മതവർഗീയ സംഘടനയായിട്ടുള്ള SDPIയും രംഗത്തുണ്ട്. PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കുക, അതിൽ നിന്ന് UDF സർക്കാർ പിൻവാങ്ങുക. ഈ 15-ാം തീയതി മുതൽ ഒരു മാസ കാലയളവിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തുടക്കം കുറിക്കുകയാണ്. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകുക. അരുൺ, ജമാഅത്തെ ഇസ്ലാമി, SDPI, അതുപോലെ തന്നെ സമസ്ത, എല്ലാ ആൾക്കാരും ഒരുമിച്ചാണ് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ വീട് കയറി നുണപ്രചരണം നടത്താനാണോ ആദ്യഘട്ടത്തിൽ നീക്കം? എന്താണ് SDPIയുടെ നേതാക്കൾ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തരും? തീർച്ചയായും ആദ്യം UDF ആയിരുന്നു, അതിനുശേഷം ഇപ്പോൾ LDF ആണ്. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ഈ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് കേരളത്തിൽ ഇവർ ആദ്യമായി നടത്തിയിരുന്നു. അതിനുശേഷം അതൊക്കെ തന്നെ പാളിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. PM ശ്രീ പദ്ധതി കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, കേരളത്തിൻ്റെ സമഗ്രമായ ഒരു വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ ഒരു വികസനത്തിന്, അതോടൊപ്പം തന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് എത്രത്തോളം ക്വാളിറ്റിയിലുള്ള വിദ്യാഭ്യാസം, ഗുണനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ PM ശ്രീ പദ്ധതിയിലൂടെ ആകുമെന്നുള്ള തിരിച്ചറിവ് വന്നതോടെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലപാട് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വന്നത്. PM ശ്രീ പദ്ധതിയുമായി ഇരു സർക്കാരുകളും മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ സമയത്താണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ SDPI കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ സമാനമായ ചിന്താഗതിയുള്ള സംഘടനകളൊക്കെ തന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിൽ ഒരു കാരണവശാലും PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ അവർ കൈയടക്കാനുള്ള ഒരു പദ്ധതിയായാണ് വരുന്നത്. അതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ പദ്ധതിയുടെ പിന്നിലുള്ള അജണ്ട പൊതുജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ ഒരു വികസനം മാത്രമാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും നിലവാരമുള്ള വിദ്യാഭ്യാസം, ഏറ്റവും ആധുനിക സൗകര്യത്തിലുള്ള വിദ്യാഭ്യാസം, കൃത്യമായ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ SDPI ഒരു വ്യാപകമായ പ്രചരണത്തിനാണ് അവർ നേതൃത്വം നൽകുന്നതെന്നാണ് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ വീട് കയറിയുള്ള PM ശ്രീ പദ്ധതി എന്താണ് എന്നുള്ള, അതോടൊപ്പം തന്നെ ഇതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ത് എന്ന് കൃത്യമായി തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ വാഹന പ്രചരണ ജാഥ, ഈ വാഹന പ്രചരണ ജാഥ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വാഹന പ്രചരണ ജാഥയാണ് നടത്തുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ക്യാമ്പയിൻ SDPI കൂടി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, ഈ PM ശ്രീ പദ്ധതിക്ക് കേരളത്തിലുണ്ടായ ഒരു വലിയ സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത എങ്ങനെയും അട്ടിമറിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ പ്രബലമായ പാർട്ടികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താതെ വിദ്യാർത്ഥി സംഘടന, ABP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടന ഇത് കേരളത്തിൽ നടപ്പാക്കണമെന്ന് നിശ്ചയദാർഢ്യത്തോടെ അല്ലെങ്കിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതിനാണ് ഈ കേരള സർക്കാർ, വീണ്ടും മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്തായാലും ഇതിനെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് പോകാനാണ് SDPI അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രചരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സമര പരിപാടികൾ വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലുമൊക്കെ തന്നെ നടത്താനാണ് ഇവർ നിശ്ചയിച്ചിരിക്കുന്നത്. ഗൗതം, ഓക്കെ, വ്യക്തമാണ്. എന്തായാലും PM ശ്രീ എന്ന നാടിന് ഉപകാരപ്പെടുന്ന നമ്മുടെ സ്കൂളുകളുടെ നിലവാരം വളരെയധികം ഉയർത്തുന്ന ഒരു വലിയ വികസിത പദ്ധതിയാണ്. അതിനെ അട്ടിമറിക്കാൻ ഇപ്പോൾ തീവ്ര മതസംഘടനകളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. ഭീകര സ്വഭാവമുള്ള SDPI ഉൾപ്പെടെ ഇപ്പോൾ വീടുകൾ കയറിയും മറ്റും പ്രചരണം നടത്തി ഈ പദ്ധതിക്കെതിരെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള നുണപ്രചരണം നടത്താൻ ശ്രമിക്കുന്നു. അരുൺ കൊടുങ്ങൂർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.